ഇനി കളിയല്ലാത്ത കുറച്ച് കാര്യം പറയാം. നമ്മുടെ രാജ്യം, നമ്മുടെ ജനാധിപത്യം, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം, ഇതൊക്കെ ഏത് ദിശയിലേക്കാണ് പോകുന്നത് ഓരോ നിമിഷവും നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരികയാണ്. ഇന്ത്യൻ ജനാധിപത്യം മരിച്ചിട്ടൊക്കെ കുറെ കാലമായി എന്ന് പലരും പറയുമ്പോൾ അത് വെറും ഒരു വാക്കല്ലെന്ന് നമുക്കറിയാം. ഈ BJP സർക്കാർ അധികാരത്തിലെത്തിയതിൽ പിന്നെ നമ്മൾ എന്തെല്ലാം കണ്ടു. എത്ര പ്രക്ഷോഭങ്ങൾ, തെരുവുകളിൽ കണ്ട ക്രൂരമായ അടിച്ചമർത്തലുകൾ, അധികാരത്തിന്റെ ധാർഷ്ട്യം. ഓരോ സമരവും അടിച്ചമർത്തപ്പെടുമ്പോൾ, നമ്മെ നിശബ്ദരാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ, ആ തെരുവുകളിൽ സഹോദരങ്ങളുടെ ചോര വീഴുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജനാധിപത്യ ബോധം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാനാവുന്നത്? അടിച്ചമർത്താൻ നോക്കുന്തോറും കാട്ടുതീ പോലെ പടരുന്ന പ്രതിരോധത്തിന്റെ ശക്തിയാണ് നാം ഇന്ന് കാണുന്നത്. പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊന്നും അനങ്ങുന്നില്ല. ജനാധിപത്യത്തിന്റെ 4ാം തൂണൊക്കെ തകർന്ന മട്ടിലാണ്. പക്ഷേ നമ്മളടങ്ങുന്ന ഈ യുവാക്കൾ നടത്തുന്ന ഒരു വിർച്വൽ വിപ്ലവമുണ്ട്. അതിനു മുന്നിൽ ഈ ഭരണകൂടത്തിന്റെ അടി പതറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനൊരു ഉദാഹരണമാണ് ലഡാക്കിന്റെ മണ്ണിൽ രാജ്യത്തിനായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച, വിദ്യാഭ്യാസ പോരാട്ടങ്ങൾക്ക് പുത്തരിയല്ലാത്ത സോനം വാങ്ചുക്. അദ്ദേഹത്തെ പോലൊരു ശാസ്ത്രജ്ഞനെ, അധ്യാപകനെ എത്ര ബാലിശമായാണ് അവർ കസ്റ്റഡിയിലെടുത്തത്. അന്ന് ലഡാക്കിന് വേണ്ടി പോരാടിയ ആ മനുഷ്യൻ ഇന്ന് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നത്. ആഴ്ചകളോളം നീണ്ടുനിന്ന, ജീവൻ വരെ പണയം വെച്ച അദ്ദേഹത്തിന്റെ ആ നിരാഹാര സമരം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. അവിടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ പോലീസിന്റെ ഗുണ്ടാ വിളയാട്ടത്തെ നേർക്കുനേർ നേരിട്ട് പോരാടുന്നത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെയാണ്. അവർ പോരാടുന്നത് നമ്മുടെ കൂടി ഭാവിക്ക് വേണ്ടിയാണ്. ഇന്നലെ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി സമരത്തിന് പിന്തുണയുമായി എത്തുമ്പോഴും അവരെ തെരുവിൽ വലിച്ചഴച്ച് രക്തം ചിന്തിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. എന്താണ് CJPയുടെ ആവശ്യം? തുടർച്ചയായി ഉണ്ടാകുന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, NTAയുടെ കടുത്ത കെടുകാര്യസ്ഥത, സ്വപ്നങ്ങൾ ബാക്കിയാക്കി എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്? ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത്? വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം. അതോടൊപ്പം സോനം വാങ്ചുകിനെ ഉടനടി മോചിപ്പിക്കുകയും വേണം. സമരം ഇത്രയും കൊടുമ്പിരി കൊണ്ടിട്ടും കേന്ദ്രം പറയുന്നത് ചർച്ച ചെയ്യാമെന്നാണ്. ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇത് കേവലം കുറച്ച് ആവശ്യങ്ങൾ മാത്രമല്ല. ഇത് ഇന്ത്യയുടേതാണ്, നമ്മുടെ ഭാവിയുടേതാണ്. അംബേദ്കറുടെ ഭരണഘടനയും ദേശീയ പതാകയും നെഞ്ചിലേക്ക് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പാറ്റകൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജണ്ടകൾക്കപ്പുറം CJP ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളുടെ ശബ്ദമാണ്, നമ്മുടെ ശബ്ദം. സമരം ചെയ്തും നിരാഹാരം കടന്നും നമ്മുടെ മുൻ തലമുറ നേടിത്തന്ന ഈ ഭാരതത്തിൽ ഫാസിസത്തിന്റെ ഈ മുതലാളിത്ത നയം അവസാനിക്കാനും ഭരണകൂടം കണ്ണു തുറക്കാനുമുള്ള പോരാട്ടം കൂടിയാണിത്.